നമസ്കാരം. രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് IRFC ഇന്ന് 5% ഇടിഞ്ഞ് 153 രൂപ 75 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.93, ഡിവിഡൻഡ് ഈൽഡ് 0.98%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 192 രൂപ 80 പൈസ, 52 വീക്ക് ലോ 25 രൂപ 40 പൈസ. IRFCയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 1.7% ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം 1633 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ഡിസംബർ ക്വാർട്ടറിൽ IRFC ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ പ്രോഫിറ്റ് 1604 കോടിയിലേക്ക് ഇടിഞ്ഞു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 8% വർദ്ധിച്ച് 6218 കോടിയിൽ നിന്നും 6742 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. IRFC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം 180% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. അതേസമയം കമ്പനിയിൽ വന്ന അല്ലെങ്കിൽ സ്റ്റോക്കിൽ വന്ന റാലിയെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് അല്ല IRFC കാഴ്ചവെച്ചിരിക്കുന്നത്. IRFCയുടെ വാല്യൂഷൻ 18.91. IRFC എന്ന കമ്പനി ഇന്ത്യൻ റെയിൽവേയുടെ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന NBFC സെക്ടറിലെ ഒരു കമ്പനിയാണ്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 21%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 26%, ROE 15%. 34,615 കോടി രൂപയുടെ റിസർവാണ് കമ്പനിക്ക് മുകളിലുള്ളത്. കൂടാതെ പ്രൊമോട്ടേഴ്സിന് 86.36% സ്റ്റേക്ക് ഹോൾഡിങ്ങും, FISന് 1.15%, DASന് 1.15%, പബ്ലിക്കിന് 11.34% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. IRFC എന്ന സ്റ്റോക്ക് 150 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 135, 140 തുടങ്ങിയ റേഞ്ചുകളാണ് പ്രധാന സപ്പോർട്ട് സോൺ. 170 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ ഇന്ന് 3.67% ഇടിഞ്ഞ് 392 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1.25 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.16, 52 വീക്ക് ഹൈ 412, 52 വീക്ക് ലോ 182. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ മാർജിനലി 0.8% വർദ്ധിച്ച് 9.53 ബില്യൺ രൂപയായി മാറിയിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പെർഫോമൻസ് മോശമാകാനുള്ള പ്രധാന കാരണം എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ഇയർ ഓൺ ഇയറിൽ എക്സ്പെൻസ് 3.7% ഉയർന്നിട്ടുണ്ട്. അതേസമയം ടാറ്റ പവറിൻ്റെ ഇലക്ട്രിസിറ്റി ജനറേഷൻ 8.7% ഉയരുകയും ടാറ്റ പവർ പോലുള്ള കമ്പനികൾക്ക് അനുകൂലമായ രീതിയിൽ പീക്ക് ആവറേജ് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് 13.8% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 14,129 കോടിയിൽ നിന്നും സെയിൽസ് 14,651 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 15,738 നിന്നും സെയിൽസ് ഇടിഞ്ഞ് 14,651 എത്തിയിരിക്കുന്നത്. 18% നിന്നും ഓപ്പറേറ്റിംഗ് മാർജിൻ 16% ഇടിഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 1052 നിന്നും 1076 ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1017 നിന്നും 1076 ഉയർന്നിട്ടുണ്ട്. ഇവിടെ അതർ ഇൻകം വഴിയുള്ള റവന്യൂ വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 24%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 133%, ROE 9%. പ്രൊമോട്ടേഴ്സിന് 46.8% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 9.85%, DASന് 16.11%, പബ്ലിക്കിന് 26.87% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 412 നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 391 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 375, 350 തുടങ്ങിയ റേഞ്ചുകളായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്